ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അരോമിക് ഹെർബൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കണ്ടോ, ഇതെന്താ സംഭവിച്ചതെന്നറിയോ? നമ്മളൊരു സോപ്പ് ഉണ്ടാക്കിയതായിരുന്നു. കാൽക്കുലേഷൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം സോപ്പ് ഡാമേജ് ആയിപ്പോയി. ഓയിൽ മേലെ തെളിഞ്ഞ് വന്ന് നിൽക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായി കേട്ടോ. അടിഭാഗമൊക്കെ നല്ല ഫിനിഷിംഗ് ആണ് ഉണ്ടായത്. പക്ഷേ നമ്മൾ മിക്സ് മോൾഡിലേക്ക് ഒഴിച്ച സമയത്ത് അതിൻ്റെ നമ്മൾ ചേർത്തിട്ടുള്ള പൗഡർ മിക്സ് എല്ലാം അടിയിൽ പോയിട്ട് അതിൽ ആഡ് ചെയ്തിട്ടുള്ള ഓയിൽ മൊത്തം മേലെ പൊങ്ങി വന്നു. അപ്പോൾ നമുക്ക് സോപ്പ് റെഡി ആവില്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. അത് കുതിർന്നിങ്ങനെ സെറ്റാവാതെ കിടക്കാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് 4 സോപ്പേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. മഞ്ചിഷ്ടയുടെ സോപ്പായിരുന്നു കേട്ടോ, പക്ഷേ 4 ഫെയിലായിപ്പോയി. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമുക്ക് എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കില്ല. ഇത് നമ്മളെ പേഴ്സണലായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ പെട്ടുപോയിട്ട് മൈൻഡൊന്നും തീരെ ഓക്കെ അല്ലാത്തൊരവസ്ഥയിൽ ചെയ്തിട്ടുള്ള സോപ്പാണിത്. ഇത് ഫസ്റ്റ് ടൈമാണ് എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് കേട്ടോ. അത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഓയിൽ കംപ്ലീറ്റ്ലി എടുത്ത് ഞാൻ ഒഴിവാക്കുക ചെയ്തത്. അത്രമാത്രം ഓയിൽ ഉണ്ടായിരുന്നു. ഒഴിവാക്കിയതിന് ശേഷമുള്ള ഒരു ഇതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഞാനൊരു കാര്യം ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാണ്. സക്സസ് ആവില്ല എന്നൊരു ഉറപ്പുമില്ല. ഞാനിവിടെ നമ്മുടെ സോപ്പ് ആ മോൾഡിൽ നിന്ന് ഞാനൊരു ജാറിലേക്ക് എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഇടുകയാണ് കേട്ടോ. ഞാനിതിലേക്ക് ഇനി ഒന്നും ചേർക്കുന്നൊന്നുമില്ല. ഈ മോൾഡിൽ ഉള്ള സോപ്പ് മൊത്തമായിട്ട് ആ ജാറിലേക്ക് ഇടുകയാണ്. ഓയിലോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. ഓൾറെഡി ഓയിൽ നമ്മൾ കുറേ മുകളിൽ പൊങ്ങിയത് എടുത്ത് മാറ്റിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി ഓയിലും കാര്യങ്ങളും ഒന്നും ചെയ്യില്ല. കാരണം സോപ്പ് ഓയിൽ കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റിയപ്പോൾ ഈ മോൾഡിൽ കണ്ടോ ഏകദേശം സെറ്റായിട്ടുണ്ട് സോപ്പ്. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് അതേപോലെ തന്നെ ഓയിൽ എല്ലാം തന്നെ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന കാസ്റ്റിക് സോഡ, വാട്ടർ, ഇതും കറക്റ്റ് കാൽക്കുലേഷൻ ഫോർമുലേഷൻ നോക്കി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ ആ 4 സോപ്പും കൂടി ജസ്റ്റ് ഇങ്ങനെ പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് മിക്സ് ചെയ്യാണ്. ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോഴേക്ക് തന്നെ പൊടിയുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. ആ ഓയിൽ കംപ്ലീറ്റ്ലി മേലെ പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഈ സോപ്പ് നോർമലായിട്ട് നല്ലൊരു സോപ്പായിട്ട് നമുക്ക് കിട്ടിയിരുന്നു. ഇതൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്യുന്നൊരു കാര്യമാണ്. ഇത് ഞാൻ നമ്മൾ മെൽറ്റ് ആൻഡ് പോർ സോപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ഞാനിതൊരു ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാകും എന്നൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യം വെള്ളം ചൂടാക്കി പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ജാർ ഇറക്കി വെച്ചതായിരുന്നു. പിന്നെ ജസ്റ്റ് പാത്രം മാറ്റിയിട്ടോ ഡബിൾ ബോയിൽ ചെയ്യാണ്. അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് ഇത് ഓയിൽ ആണല്ലോ അതിൽ കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മെൽറ്റായിട്ട് വരുന്നുണ്ട്. പക്ഷേ ആ ഒരു ചൂട് പോകുമ്പോഴേക്കും അത് വീണ്ടും കട്ടാവുന്നുണ്ട് കേട്ടോ. സോപ്പ് പെട്ടെന്ന് തന്നെ സെറ്റായി പോകുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ലൂസായതിന് ശേഷം നമ്മൾ ഓൾറെഡി ഫ്രാഗ്രൻസ് ചേർത്തിട്ടാണ് സോപ്പ് ഉണ്ടാക്കിയത് അല്ലേ. അപ്പോൾ ഫെയിലായി പോയതോട് കൂടിയിട്ട് നമ്മൾ ഇത് പിന്നെ വീണ്ടും ഡബിൾ ബോയിലും കൂടി ചെയ്യണം. അപ്പോൾ ചൂട് തട്ടിയിട്ട് ആ സ്മെല്ല് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് സ്മെല്ല് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എനിക്കിതാ ഈ ഒരു പരുവത്തിൽ സോപ്പ് ഏകദേശം കിട്ടിയിട്ടുണ്ട്. ഇത് സക്സസ് ആവോ അല്ലെങ്കിൽ വീണ്ടും ഫെയിലാവോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഈ ഒരു രീതിക്ക് നമ്മൾ സോപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു മോൾഡിൽ 2-3 മോൾഡ് ഞാൻ ഓയിലൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചതാണ്. ഇനി നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. മീൻസ് അതിൽ വെച്ചിട്ട് ആ മോൾഡിൽ നന്നായിട്ട് ഇട്ടിട്ട് നമ്മൾ കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മോൾഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കുറച്ച് ബുദ്ധിമുട്ടായത്. നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ നല്ല രീതിക്ക് ആക്കി കൊടുക്കേണ്ടി വന്നത്. നമ്മുടെ വുഡനിൽ വരുന്ന സിലിക്കോണിൻ്റെ നല്ല നീളത്തിലുള്ള ആ മോൾഡില്ലേ, അതാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തതാണെങ്കിലും കൂടെ നമുക്ക് സ്പൂൺ വെച്ചിട്ട് നല്ല രീതിക്ക് ഇങ്ങനെ
ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇത് ഈ ഒരു ഓവൽ ഷേപ്പിലുള്ള മോൾഡായതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് വന്നിട്ടില്ല. എന്നാലും 4 സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ള എനിക്ക് ഈ ഒരു മെത്തേഡിൽ കിട്ടിയിട്ടുള്ള സോപ്പിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 എണ്ണമാണ്. മീൻസ് 3 എണ്ണം എന്ന് പറയാം. മൂന്നാമത്തേത് കംപ്ലീറ്റ് ആയിട്ടില്ല. 2 എണ്ണം മുഴുവനായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതൊരു ഫിനിഷിംഗ് ഒന്നും ഇല്ലാത്തതിനോണ്ട് ഞാനതിൻ്റെ തുടക്കത്തിൽ ഞാൻ ഇതേപോലെ കൈ വെച്ചിട്ട് ഫുള്ള് നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഒഴിക്കുന്ന സമയത്ത് അതങ്ങനെ എല്ലാ ഭാഗത്തും ആയിക്കോളും. പക്ഷേ ഇതിങ്ങനെ കട്ടിയായിട്ടുള്ള ഒരു ഇതായത് കാരണം നമ്മൾ ആ മോൾഡിൻ്റെ അടിഭാഗത്തേക്ക് ആ ഗ്ലാസിൻ്റെ അവിടേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ട് അമർത്തി കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ കുറച്ച് ഓയിലാക്കിയിട്ടുണ്ട് കേട്ടോ. ആ ഓയിൽ വെച്ചിട്ട് ഞാനിങ്ങനെ ആ വിരൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. 4 സോപ്പ് ഉണ്ടാക്കിയിട്ട് എനിക്ക് 3 സോപ്പാണ് എനിക്ക് ആകെ കൂടെ കിട്ടിയിട്ടുള്ളത്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ പ്രോഡക്റ്റ് വേസ്റ്റായി പോവാതെ ഇത്രയെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ഇതിന് എന്താ പറയുക, വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ ഫെയിലാവോ സക്സസ് ആവുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിനിപ്പോൾ അൺമോൾഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നും എനിക്ക് അറിഞ്ഞൂടാ. പൊടിഞ്ഞു പോവുമോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് അറിഞ്ഞൂടാ കേട്ടോ. ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ എടുക്കാം. ഇത് നമ്മുടെ 2ാമത്തെ മോൾഡിലേക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വിരൽ വെച്ച് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മൈൻഡ് ശരിയല്ലാത്ത അവസ്ഥയിൽ മിക്കവാറും ഇങ്ങനത്തെ അവസ്ഥ, മീൻസ് ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോവാത്തതാണ് നല്ലത്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, കാൽക്കുലേഷനൊക്കെ നേരത്തെ ചെയ്ത് വെക്കണം. എന്നാലും നമ്മുടെ മൈൻഡ് ശരിയില്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോകണ്ട കേട്ടോ. വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം നമ്മളെ ഫോർമുലേഷൻ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പണി പാളും. മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോകും. നമ്മുടെ പ്രോഡക്റ്റൊക്കെ വേസ്റ്റായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതെനിക്ക് ഇങ്ങനെ ഒരു ഇത് തോന്നിയതിന് കൊണ്ടാണ്. ഡബിൾ ബോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താകും എന്നുള്ള ഇതൊന്ന് അറിയുകയും കൂടി ചെയ്യാലോ എന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്ത് നോക്കിയത്. അങ്ങനെ ഞാൻ എൻ്റെ 2ാമത്തെ മോൾഡിൽ നന്നായിട്ട് ഈ ഒരു നമ്മുടെ സോപ്പിൻ്റെ മിക്സ് ഇട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വിട്ട് വരാൻ വേണ്ടി. ഞാൻ ഗ്ലൗ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാം. മീൻസ് സോപ്പ് പെട്ടെന്ന് സെറ്റായി പോകുന്നുണ്ട്. അത്രയ്ക്കും തിക്കായിട്ടുണ്ട് അത്. അപ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതിനുകൊണ്ട് നമ്മൾ കുറേ ബാലൻസ് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായി സെറ്റ് ചെയ്ത് കൊടുക്കാം. 3ാമത്തെ ഇതിലേക്കും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീണ്ടും പറയുകയാണെങ്കിൽ സക്സസ് ആവോ ഫെയിലാവോ, അൺമോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് അവസ്ഥയിലാണ് എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ എടുക്കാം. നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇത്രയും പ്രോസസ്സ് ചെയ്തതിൽ ഒരു തുള്ളി വെള്ളം പോലും ഇതിലായിട്ടില്ല. ഡബിൾ ബോയിൽ മെത്തേഡ് ചെയ്ത സമയത്ത് പോലും കുറച്ച് പോലും വെള്ളം, ഒരു തുള്ളി പോലും വെള്ളം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കറിയാലോ, ഇത് ഓൾറെഡി സോപ്പായി മാറിയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഡാമേജ് ആയി പോയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് ഡബിൾ ബോയിൽ ചെയ്തത്. ആ സമയത്ത് പോലും ഇത്തിരി വെള്ളമായിട്ടില്ല. വെള്ളമായിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, വെള്ളമായിട്ടുണ്ടെങ്കിൽ അത് അലിഞ്ഞിട്ട് നമ്മുടെ സോപ്പ് ബബിൾസൊക്കെ ഫോം ചെയ്തിട്ട് പിന്നെ ഒരു വസ്തുവിനും കൊള്ളാണ്ടായി പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഫ്ലോപ്പായി പോയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. Found the one, you should never give her up. I think it's the way life changes when in love, yeah. I surround my soul with the positivity. That's why I don't worry about the